ഇന്ത്യയെ ലക്ഷ്യമിട്ട് അൽ ഖ്വയ്ദ ഭീകരർ സജീവമാകുന്നതായി ദേശീയ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ്. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അൽ ഖ്വയ്ദയുടെ പോഷക സംഘടനയായ അൻസാർ അൽ ഇസ്ലാം വീണ്ടും സജീവമാവുകയാണ്. 2021 ഇറാഖിൽ രൂപീകരിക്കപ്പെടുകയും US സഖ്യസേനയ്ക്കും കുർദിഷ് വിഭാഗങ്ങൾക്കുമെതിരെ പോരാടുകയും ചെയ്ത ഈ ഭീകര സംഘടനയുടെ ഇറാഖ് ഘടകം തകർന്നടിഞ്ഞെങ്കിലും ഇതിന്റെ ബംഗ്ലാദേശ് രൂപമായ അൻസറുള്ള ബംഗ്ലാ ടീം ഇപ്പോൾ ഭാരതത്തെ ലക്ഷ്യമിട്ട് ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ നിലവിൽ തന്ത്രപരമായ നിശബ്ദത പാലിക്കുന്ന ABT ഓൺലൈൻ മാധ്യമങ്ങൾ വഴി ഭാരതീയ യുവാക്കളെ ലക്ഷ്യമിട്ട് വലിയ തോതിൽ തീവ്രവാദ പ്രചരണവും റിക്രൂട്ട്മെന്റും നടത്തുന്നുണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ABTയുടെ സഹോദര സംഘടനയായ AAI പാകിസ്ഥാനുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഭാരതത്തിൽ നിന്നുള്ള യുവാക്കളെ വലിയ തോതിൽ തങ്ങളുടെ വലയിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു വിഭാഗങ്ങളും സംയുക്തമായാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ മതേതര ചിന്താഗതിക്കാരായ എഴുത്തുകാരെയും ബ്ലോഗർമാരെയും ക്രൂരമായി കൊലപ്പെടുത്തിയ രക്തരൂക്ഷിതമായ ചരിത്രമാണ് ABTക്കുള്ളത്. അവിടെ സുരക്ഷാ സേനകളിൽ നിന്നും കടുത്ത തിരിച്ചടി നേരിട്ടതോടെയാണ് ഇവർ ഭാരതത്തിലേക്ക് കണ്ണുവച്ചിരിക്കുന്നത്. ABTയുടെ നീക്കങ്ങൾ പാക് ഭീകരരേക്കാൾ അപകടകരമാണ്. ബംഗ്ലാദേശിൽ നടപ്പിലാക്കിയ അതേ അക്രമ രാഷ്ട്രീയം ഭാരതത്തിലും ആവർത്തിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. മതേതര എഴുത്തുകാരെയും ചിന്തകരെയും തുടർന്ന് രാഷ്ട്രീയ നേതാക്കളെയും ലക്ഷ്യമിടാൻ പാകത്തിൽ ഒരു സംഘത്തെ ഭാരതത്തിൽ വളർത്തിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഭാരതത്തിൽ പതിവ് പോലെ ബോംബ് സ്ഫോടനങ്ങളോ വലിയ ഭീകര മൊഡ്യൂളുകളോ സ്ഥാപിക്കാനല്ല ഇവർ പദ്ധതിയിടുന്നത്. മറിച്ച് ഓൺലൈൻ വഴി യുവാക്കളുടെ മനസ്സ് മലിനമാക്കി അവരെ തീവ്രവാദികളാക്കി മാറ്റുകയും അതുവഴി ബന്ധപ്പെട്ട വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന രീതി നടപ്പിലാക്കുന്നതുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിനായി ഒസാമ ബിൻ ലാദന്റെ ഭീകര പ്രത്യയശാസ്ത്രങ്ങളും അൽ ഖ്വയ്ദയുടെ സാഹിത്യങ്ങളും ഇവർ ഓൺലൈൻ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഭീകര റിക്രൂട്ട്മെന്റിന് പുറമെ ഭാരതത്തിൽ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടാനും ABT പദ്ധതിയിടുന്നു. പശ്ചിമ ബംഗാളിലെ BJP സർക്കാർ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ ഈ വിഷയം ചൂഷണം ചെയ്യാൻ ഭീകരർ ശ്രമിക്കുന്നു എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അതിർത്തി കടന്നുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് വ്യാജ ചിത്രങ്ങളും തെറ്റായ വാർത്തകളും നിർമ്മിച്ച് പ്രചരിപ്പിക്കുക, ഭാരത സർക്കാരിനെയും ബംഗാൾ സർക്കാരിനെയും അക്രമികളായി ചിത്രീകരിച്ച് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുകയും സംസ്ഥാനത്ത് കലാപങ്ങൾ അഴിച്ചുവിടുക എന്നിങ്ങനെയാണ് ഇവരുടെ പദ്ധതികൾ. ബംഗ്ലാദേശിൽ വിജയിച്ച ഈ തന്ത്രങ്ങൾ ഭാരതത്തിൽ പയറ്റാൻ ABT ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇതുവരെ ചുവടുവയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നിലവിൽ പശ്ചിമ ബംഗാളിൽ നിന്നും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ ആകർഷിക്കാൻ അതീവ രഹസ്യമായാണ് ഇവർ കരുക്കൾ നീക്കുന്നത്. മുൻകാലങ്ങളിൽ ഭാരതത്തിന് നേരിട്ടുള്ള ഭീഷണി ഇല്ലാതിരുന്ന ഈ സംഘടന ഇപ്പോൾ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് കണ്ണുവെക്കുന്ന സാഹചര്യത്തിൽ ദേശീയ ഏജൻസികൾ അവരുടെ സൈബർ ഇടങ്ങളിലെ നീക്കങ്ങളും സൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് നീക്കത്തെയും മുൻകൂട്ടി തകർക്കാനുള്ള സന്നാഹങ്ങളുമായി സുരക്ഷാ സേന സജ്ജമാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.